കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഓല ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പണി ഉറപ്പായിട്ടുണ്ടാവും. കുറച്ച് ദിവസങ്ങളായിട്ടേ ഓല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ പരിപാടി കുറച്ച് ദിവസങ്ങളായിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് അതിൽ പണി കിട്ടി, അതേപോലെ എനിക്കും പണി കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയ പണിയാണ് ഞങ്ങളുടെ അടുത്ത് പറയാൻ പോണത്. ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നോക്കുമ്പോൾ എഴുതി കാട്ടിയിരിക്കുന്ന ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ എഴുതി കാട്ടുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഷോറൂമിലെ ജീവനക്കാരനെ വിളിച്ചു. അപ്പോൾ ഷോറൂമിലെ ജീവനക്കാരൻ പറഞ്ഞത് ഫോർത്ത് വേർഷനിൽ നിന്ന് ഫിഫ്ത്ത് വേർഷനിലേക്ക് മാറുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഇൻസ്റ്റാളിംഗ് നടക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു ഇൻസ്റ്റാളിംഗ് എപ്പോഴാണോ തുടങ്ങുന്നത് അതിനുശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഓണാവുള്ളൂ. അതായത് മൂന്ന് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഓണായി. അപ്പോൾ ഞാൻ ഓണാക്കിയപ്പോൾ അടുത്ത പണി കിട്ടിയെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ വണ്ടിയിൽ 3 മോഡുണ്ട്: എക്കോ, നോർമൽ, സ്പോർട്സ്. അതിൽ നോർമൽ മോഡ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. എക്കോ ഇല്ല, അതേപോലെ സ്പോർട്സും ഇല്ല. പിന്നെ അതേപോലെ ക്രൂയിസ് കൺട്രോളും ഇല്ല, റിവേഴ്സ് മോഡും ഇല്ല. അപ്പോൾ തന്നെ ഞാൻ ഷോറൂമിലെ ജീവനക്കാരനെ വീണ്ടും വിളിച്ചു. ഷോറൂമിലെ ജീവനക്കാരൻ പറഞ്ഞത് ഇനി 3 ദിവസം കഴിഞ്ഞാൽ അത് ആക്ടിവേഷൻ ആവുമെന്നാണ് പറഞ്ഞത്. 3ാമത്തെ ദിവസം തന്നെ ആവുമെന്നാണ് തന്നെ അപ്ഡേറ്റ് ആവുമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ എൻ്റെ തന്നെ അപ്ഡേറ്റ് ആയില്ല. അപ്പോൾ തന്നെ ആൾ എന്നോട് പറഞ്ഞു നമ്മുടെ റിവേഴ്സ് സ്വിച്ച്, അതേപോലെ പവർ സ്വിച്ചും റിവേഴ്സ് സ്വിച്ചും കൂടി ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ വണ്ടി ഓഫാവും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ ചാവി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓണാക്കാൻ പറഞ്ഞു. അങ്ങനെയും ചെയ്തു. പക്ഷേ അപ്പോഴും റെഡി ആയില്ല കേട്ടോ. പിറ്റേ ദിവസം ഞാനൊന്നും ചെയ്യാതെ തന്നെ റെഡിയായി. പിറ്റേ ദിവസമാണ് എനിക്ക് റെഡി ആയത്. അങ്ങനെ ഒരു ദിവസം ഓക്കെ ആയിട്ട് പോയി, കുഴപ്പമില്ലാതെ പോയി. പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ എക്കോയും ഇല്ല, സ്പോർട്സും ഇല്ല, റിവേഴ്സ് ഇല്ല, ക്രൂയിസ് കൺട്രോൾ ഇല്ല. 3 ദിവസം കഴിഞ്ഞിട്ടേ ഓട്ടോമാറ്റിക് ശരിയായില്ല. അപ്പോൾ തന്നെ ഞാൻ ഷോറൂമിൽ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ബട്ടണും അതേപോലെ റിവേഴ്സ് സ്വിച്ചും ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫാവും. ഓഫായി കഴിഞ്ഞിട്ട് നമ്മൾ ചാവി ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചാവി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓണാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തു. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷോറൂമിലെ ചേട്ടൻ പറഞ്ഞതേ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുക. പവർ സ്വിച്ച് റിവേഴ്സ് സ്വിച്ചും ഒരുമിച്ച് അമർത്തുക. അപ്പോൾ ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ എഴുതി കിടന്നാണ് സോഫ്റ്റ്വെയർ വേർഷൻ 5.3. അപ്പോൾ നമ്മുടെ അതിലേക്ക് മാറി എന്നാണ് പറയുന്നത്. എബൌട്ട് എന്നും കാണിക്കും. എന്നിട്ടാണ് പറഞ്ഞത് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഓഫായി. എന്നിട്ട് ഓൺ ചെയ്യുക. അപ്പോൾ ഓക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മോഡ് വർക്ക് ചെയ്യേണ്ട നോക്കി കാണിച്ചു തരാം. മോഡ് ചേഞ്ച് ആക്കിയിട്ടും മാറുന്നില്ല. അപ്പോഴും ഇതാണ് വരുന്നത്, ബൈ മൂവേഴ്സ്. ഇതിലെന്താ പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയും ഇതേ വണ്ടി തന്നെയാണ്. അപ്പോൾ ആൾക്ക് ഇൻസ്റ്റാളേഷനൊക്കെ നടന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കൂട്ടുകാരനെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 1 വർഷത്തേക്ക് 1000 രൂപയാണ് പേ ചെയ്യണം. അതേപോലെ ലൈഫ് ലോങ് ആണ് 10,000 രൂപ. എനിക്ക് പിന്നെ 3 വർഷത്തേക്ക് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എടുത്ത വണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് 3 വർഷത്തേക്ക് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു വണ്ടിയുടെ വിലയും കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ വീണ്ടും കൊടുക്കണം. നമ്മൾ എക്സ്ട്രാ മണി കൊടുക്കണം. ഷോറൂമിലെ ജീവനക്കാരനോട് ചോദിച്ചു കേട്ടോ. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയറിന് ക്യാഷ് കൊടുക്കണോ? അപ്പോൾ കൊടുക്കണം എന്നാണ് ആൾ പറഞ്ഞത്. പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കണം. ഇപ്പം നിലവിലുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ ക്യാഷ് കൊടുക്കണ്ട. അപ്പോൾ പുതിയ സോഫ്റ്റ്വെയറിന് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറഞ്ഞത് നമ്മുടെ ചാർജ് അബ്സോർഷനൊക്കെ കമ്മിയായിരിക്കും, പുതിയ അഡ്വാൻസ്ഡ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടാവും എന്നാണ് ആൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഴയ ഈ നിലവിലുള്ള സോഫ്റ്റ്വെയറിൽ എക്കോ, നോർമൽ, റിവേഴ്സ് എല്ലാം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇനി കണ്ടിരുന്ന് കാണാം ബാക്കിയുള്ള കാര്യങ്ങൾ. പണി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അല്ലേ ഓലക്കാരെ.